ആരെയും ബ്ലെയിം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതൊരു ബ്ലെയിം ഗെയിം ആയിട്ടേ ഞാൻ എടുക്കുള്ളൂ. മറ്റൊന്നുമല്ല, ഒരു ചെറിയ പെർസെന്റേജ് ആളുകൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള റീസൺസ് കാരണം കരിയർ ബ്രേക്ക് വന്നതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. പക്ഷെ വലിയൊരു മെജോറിറ്റിയും സാഹചര്യങ്ങളെയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ട് എനിക്ക് കഴിവുണ്ടായിരുന്നു പക്ഷെ കരിയർ ബ്രേക്ക് ആയി പോയി എന്നുള്ള ഒരു വിക്ടിം കാർഡോ ബ്ലെയിം ഗെയിമോ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇന്ന് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ തന്നെ ഫുൾ ടൈം ലൈവ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, വീക്ക്ലി വൺസ് ക്ലാസ് ഉള്ളതുകൊണ്ട്, അതും വളരെ ഡിമാൻഡുള്ള കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷനും HR മാനേജ്മെന്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പോലെയുള്ള വളരെ ഡിമാൻഡുള്ള ഇൻഡസ്ട്രികളിലത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അത് അമേരിക്കൻ PG ഡിപ്ലോമ. ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിട്ട് അത് ഉപയോഗിക്കുന്നവർ നല്ല നല്ല കരിയറിലേക്ക് എത്തുന്നുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാണ്ട് കരിയർ ബ്രേക്ക് ആയി എന്ന് ബ്ലെയിം ചെയ്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവസാനം നമുക്ക് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.